കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചത് വിപണിക്ക് ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. 15% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക സമ്മതിച്ചിട്ടുള്ളത്. നേരത്തെ ജപ്പാനുമായും ഇതേ നിരക്കിൽ കരാറുണ്ടാക്കിയ അമേരിക്ക ഇന്ത്യയെ സമാന പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 1800 രൂപയോളം കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഇന്നൊരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 79,500 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. വില കൂടിയ സാഹചര്യത്തിൽ 18, 14, 9 ക്യാരറ്റിലെ ആഭരണങ്ങൾക്ക് പ്രിയം ഏറി വരുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ ക്യാരറ്റിലെ വ്യത്യസ്ത മോഡൽ ആഭരണങ്ങൾ മിക്ക ജ്വല്ലറികളും ഒരുക്കിയിട്ടുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ലാഭം മാത്രം പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങുന്നവരാണെങ്കിൽ 24 ക്യാരറ്റ് സ്വർണ്ണ നാണയമായാണ് വാങ്ങേണ്ടത്. ഈ ക്യാരറ്റിൽ ആഭരണം കിട്ടില്ല. അതേസമയം 22 ക്യാരറ്റിൽ ആഭരണവും നാണയങ്ങളും ലഭ്യമാണ്. ഇതിൽ താഴെയുള്ള പരിശുദ്ധിയിൽ ആഭരണങ്ങൾ മാത്രമാണ് ലഭിക്കുക. പരിശുദ്ധി കുറവുള്ള ആഭരണങ്ങളിൽ പണിക്കൂലി കൂടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ തിരിച്ചു വിൽക്കുന്ന സമയവും കുറഞ്ഞ വിലയെ ഉപഭോക്താവിന് ലഭിക്കും. അമേരിക്കയും യൂറോപ്പും വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ക്രൂഡ് ഓയിലിൽ വില ഉയരുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $68.71 വില. UAEയുടെ മർബൺ ക്രൂഡ് വില $71.41. ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് UAEയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയെന്നാണ് പുതിയ വിവരം. റഷ്യയുടെ എണ്ണയ്ക്കെതിരെ യൂറോപ്പ് ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണിത്. Subscribe to One India and never miss an update.